മഹാഭാരതം പ്രാണനാഥനാന്ന് പറഞ്ഞിട്ടാ തുടങ്ങിയതേ. അതിൻ്റെ കാരണവും പറഞ്ഞു. അപ്പം മഹാഭാരതത്തിൽ 1,400,000 ശ്ലോകങ്ങളുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പം ഈ 1,400,000 ശ്ലോകങ്ങൾ രാമായണത്തിൽ 24,000, മഹാഭാരതത്തിൽ 1,400,000, മഹാഭാഗവതത്തിൽ 18,000, യോഗവാസിഷ്ഠത്തിൽ 32,000, ബൃഹൽ കഥയിൽ 1,00,000 ശ്ലോകങ്ങളുണ്ട്. ഇതിനിപ്പോൾ എന്താ അത്ര വലിയ അതിൻ്റെ ഗാത്രപുഷ്ടി ശരീരം നല്ല തടിച്ച ശരീരമുള്ള കാവ്യം. 1,400,000 ശ്ലോകം. ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്ലോകം തടി കൂടിയ ഗ്രന്ഥം മഹാഭാരതമാണ്. മഹാഭാരതം ഭീമൻ ആണ്. സാഹിത്യകൃതികളിലെ ഭീമസേനൻ, അല്ല ത്രിശാല മുട്ടാൻ ആയിട്ടുള്ള ആളുകളെയാണ് ഭീമസേനൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭീമസേനൻ മഹാഭാരതത്തിലൊരു കഥാപാത്രമാണ്, അത് നിൽക്കട്ടെ. അയാളൊരു ഭീമന എന്ന് പറഞ്ഞാൽ ഭീമൻ, അതെ, അന്താരാഷ്ട്ര കുത്തക ഭീമൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഭീമൻ, ശ്ലോകങ്ങളുടെ വലിപ്പം കൊണ്ട് മഹാഭാരതം ഭീമന. പിന്നെയോ ലക്ഷാധിപതിയ, കിടന്നു വരൂ നാളെയാണ് നറുക്കെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ലക്ഷാധിപതി, അതെ, ലക്ഷം പിന്നാലെ. ഇപ്പം ലേശം വ്യത്യാസം വന്നുണ്ട്. ധീരതയോടെ കട്ടോളൂ, ലക്ഷം പിന്നാലെ, ധീരതയോടെ കട്ടോളൂ, ലക്ഷം പിന്നാലെ എന്നായിട്ടുണ്ട്. പണ്ട് ധീരതയോടെ നയിച്ചോളാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ധീരതയോടെ കട്ടോളാൻ ലക്ഷം ഉറുപ്പിക പിന്നാലെ വരുന്നു. അതെ, ഇതല്ല. മഹാഭാരതത്തിൽ ധീരതയോടെ വായിച്ചോളൂ, ലക്ഷം പിന്നാലെ 1,00,000 ശ്ലോകമുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ എന്തത്ര വലിയ കേമത്വം ഈ മഹാഭാരതം അല്ലെങ്കിൽ അതിനെ ശരിക്കും ഈ കവിതകളിൽ, ഇപ്പം ആധുനിക കവിതകളുണ്ടല്ലോ, ചില ആധുനിക കവിതകൾ പുസ്തകങ്ങളുടെ പേജ് ഉണ്ട്, പേജ്. അതിന് മലയാളത്തിൽ താളുകൾ മറിക്കുമ്പോൾ, അതെ, ഒരു താള് മറിക്കുമ്പോൾ ഒരു കവിത, അടുത്ത താള് മറിക്കുമ്പോൾ വേറെ കവിത. താളുകൾ മറിക്കുമ്പോൾ നമുക്ക് താള് എന്ന് പറഞ്ഞ വേറൊരർത്ഥമുണ്ട്. താളും പരിപ്പിട്ട് പുളിങ്കറി വയ്ക്കാം, ചേമ്പ് എന്നൊരർത്ഥമുണ്ട്. താളും പരിപ്പിട്ട് പുളിങ്കറി വയ്ക്കാം. അപ്പം ചില പുസ്തകങ്ങളുടെ, എല്ലാ പുസ്തകങ്ങളുടെയും എന്ന് പറയുന്നില്ല, ചില പുസ്തകങ്ങളുടെ താള് മറിക്കുമ്പോൾ ഇത് വായിക്കാൻ കൊള്ളില്ല, പരിപ്പിട്ട് പുളിങ്കറി വയ്ക്കാനേ കൊള്ളുള്ളൂ എന്ന് തോന്നുന്ന പുസ്തകങ്ങളുണ്ട്. അതെ, അത് ഇല്ല എന്ന് പറയാൻ പറ്റുക. ചിലതെങ്കിലും, എല്ലാ പുസ്തകവും ഇല്ല. അതെ, എല്ലാ പുസ്തകവും നല്ല പൊട്ട പുസ്തകങ്ങളൊന്നും ഇത് പൊട്ടയെന്ന അഭിപ്രായം ഇല്ല. ഇതിൻ്റെ താളുകൾ മറിക്കുമ്പോൾ അത് വായിക്കാൻ കൊള്ളില്ല, പിന്നെ എന്തിനേ കൊള്ളുള്ളൂ, പരിപ്പിട്ട് പുളിങ്കരി വയ്ക്കാനേ കൊള്ളുള്ളൂ എന്ന് തോന്നുന്ന പുസ്തകങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ സാഹിത്യകൃതികൾ അത് അങ്ങനത്തെ പുസ്തകങ്ങളല്ല. അതെ, ഇതൊക്കെ മനുഷ്യരെഴുതിയത് തന്നെയാണ്, പക്ഷെ അത് അങ്ങനത്തെ പുസ്തകങ്ങളല്ല. ഈ പുസ്തകങ്ങളിലൊക്കെ എന്താ കേമത്തം എന്നാണെങ്കിൽ, എന്താ പിതൃത്ര കൊണ്ടാടാൻ എന്ന് ചോദിച്ചാൽ കാരണമുണ്ട്. ഈ കവിതകളിൽ സാരാംശം വളരെ കൂടുതലും നിസ്സാരാംശം വളരെ കുറവുക. അതെ, പണ്ടൊരുത്തന്നെ ഇലക്ഷൻ നിർത്തണ ഒരു സാഹിത്യകാരൻ. ഇപ്പം ഈ എഴുത്തുകാരെയൊക്കെ പിടിച്ച് ഇലക്ഷൻ നിർത്തുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇലക്ഷൻ നിർത്തുന്ന എഴുത്തുകാരൻ നമ്പൂരിയുടെ വീട്ടിൽ ചെന്നു. ആരാ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. എന്താ എഴുത്തുകാരനാ എന്താ എഴുതാറ്? കഥ എഴുതാറുണ്ട്. എന്ത് കഥ എഴുതാറ്? ചെറുകഥകളാണ് എഴുതാറ്. അതെയോ, അപ്പോൾ വലിയ കഥയൊന്നും ഇല്ലാത്ത ആളാ അല്ലേ എന്നാണ്. അതെ, കഥയൊന്നും ഇല്ലാത്ത ആളാ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല, സാരാംശം കൂടുതലുള്ള സാഹിത്യകൃതികളും നിസ്സാരാംശം വളരെ കുറഞ്ഞ സാഹിത്യകൃതികളുമാണ് നമ്മൾ ഈ പറഞ്ഞത്. തീരെ നിസ്സാരാംശമില്ല ഈ കൃതികളിൽ എന്ന് പറയുന്നില്ല. സാരാംശം, അർത്ഥത്തിൻ്റെ അംശം വളരെ കൂടുതലാണ്. നാടൻ ഭാഷ പറഞ്ഞാൽ കാമ്പ് കൂടുതലും ചണ്ടി കുറവുക. ഞാൻ ഈ ചണ്ടി എന്ന പദം മഹാഭാരതത്തിൽ ഉപയോഗിക്കണമെന്നൊന്നും ശങ്കിച്ചപ്പോൾ കുഴപ്പമില്ല. അല്ലാണ്ടിപ്പോൾ ആദ്യം എന്താ ചെയ്യണേ, ഇത്തരം കൃതികളിൽ കാമ്പ് ജ്യൂസ് കൂടുതലും ചണ്ടി കുറവുക. ചില കൃതികളിലോ ചണ്ടി കൂടുതലും ജ്യൂസ് കുറവുക എന്ന് പറഞ്ഞാൽ നിസ്സാരാംശം വളരെ കൂടുതലും സാരാംശം വളരെ കുറവ്. ഇപ്പം 2 തരം സാഹിത്യകൃതികളുണ്ട്. സാരാംശം കൂടിയ കൃതികളും നിസ്സാരാംശം കുറഞ്ഞ കൃതികളും, കഴമ്പ് കൂടിയ കൃതികളും ചണ്ടി കുറഞ്ഞ കൃതികളും.
പിന്നെയോ നിസ്സാരാംശം കൂടിയ കൃതികളും സാരാംശം കുറഞ്ഞ കൃതികളും എന്ന് പറഞ്ഞാൽ ചണ്ടി കൂടുതലും കഴമ്പ് കുറവും. ഇളനീര് മേടിക്കുമ്പോൾ ഒരു ഇളനീര് തരും ചേട്ടാ, കഴമ്പ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴമ്പുള്ള ഇളനീരുണ്ട്, കഴമ്പില്ലാത്ത ഇളനീരുണ്ട്. അതെ, ആരോപണങ്ങളുണ്ട്. ആ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് വെച്ചാൽ ആരോപണം വെറും ചണ്ടിയാണ്. അതെ, അതിൽ ഡ്രോസേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ചണ്ടിയുള്ളൂ. അപ്പം കഴമ്പുള്ള സാഹിത്യകൃതികളുണ്ട്, കഴമ്പ് കുറഞ്ഞ സാഹിത്യകൃതികളുണ്ട്, പിന്നെ കഴപ്പുള്ളൊരു ജാതി സാഹിത്യകൃതികളുണ്ട്. അതിനെപ്പറ്റി ഇവിടെ പറയിട്ടില്ല. പിന്നെ കഴമ്പ് കുറഞ്ഞ സാഹിത്യകൃതികളും ഉണ്ട്, മറ്റേ ചണ്ടി കൂടിയ സാഹിത്യകൃതികളുമുണ്ട്. നമ്മൾ പറഞ്ഞ ഈ സാഹിത്യകൃതികൾ വായിച്ചാൽ സുഖമായിട്ട് മനസ്സിലാവുന്നതും, വായിച്ചാൽ മനസ്സിലാവണ്ടേ, ഈ കാവ്യം വായിച്ചാൽ മനസ്സിലാവണ്ടേ. മനസ്സിലാവാത്ത കൃതി വെച്ചപ്പോൾ എന്താ ചെയ്യുക, മനസ്സിലാവാത്ത കൃതി വെച്ചാൽ അത് മനസ്സിലാവില്ല തന്നെ. അതെ, അപ്പം അതുകൊണ്ടാണ് വായനക്കാർ കുറേണ്ടത്. വായന മരിച്ചു, ആരും മരിച്ചിട്ടില്ല. മര്യാദയ്ക്ക് മനുഷ്യന് മനസ്സിലാകാവുന്ന കൃതികൾ എഴുതിയ വായിക്കാറുണ്ടാവും. അപ്പം ഇത്തരം കൃതികളിൽ നമ്മൾ ഈ കണ്ട 5 കൃതികളിൽ 5 പ്രാണങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്ലോകമുള്ള 1.25 ലക്ഷം ശ്ലോകങ്ങളുള്ള മഹാഭാരതം, അതപ്പോൾ ഇവിടെ പറയണതേ. അതെ, അതാണ് പറയണത്. അതില് സാരാംശം കൂടുതലും നിസ്സാരാംശം കുറവുമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ തുടക്കത്തിൽ നമ്മളത് ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടു. എന്തെന്ന്, മഹാഭാരതം രചിച്ചത് വേദവ്യാസ മഹർഷി ആണ്. വേദവ്യാസൻ ആണ് മഹാഭാരതം രചിച്ചത്. 1 ലക്ഷം ശ്ലോകം ഉണ്ടെന്നും പറഞ്ഞു, 1.25 ലക്ഷം ശ്ലോകമുണ്ട്. പക്ഷേ പല ജാതി മഹാഭാരതം വേദവ്യാസൻ രചിച്ചിട്ടുണ്ട്. There are different types of Mahabharata intended for different types of readers. പലതരം ആസ്വാദകരെ ഉദ്ദേശിച്ച്, പലതരം വായനക്കാരെ ഉദ്ദേശിച്ച് വേദവ്യാസ മഹർഷി പലതരം മഹാഭാരതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാരതമല്ല, നമ്മൾ കാണുന്ന മഹാഭാരതത്തിൽ 1.25 ലക്ഷം ശ്ലോകങ്ങളുണ്ട്. മനുഷ്യരെന്നെ പലതരക്കാരല്ലേ. എന്തിനാ ഒരു സദ്യക്ക് ഇത്രയധികം വിഭവങ്ങൾ? ഒരു വെജിറ്റേറിയൻ സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ എരുളി, കാളനല്ല, കാളൻ ഒന്നുകൂടി കുറിയതത്ര. എരുളി, എരിശ്ശേരി, ഓലൻ, അവിയൽ, സാമ്പാർ, രസം, പലതരം അച്ചാർ, ഉപ്പിലിട്ടത്, നമ്പൂരി ഭാഷയിൽ ഉപ്പിലിട്ടത്, പലതരം അച്ചാർ, രസം, പപ്പടം. അതെ, സദ്യയിലെ പപ്പടത്തിൻ്റെ സ്ഥാനമാണ് അത്ര പൂരത്തിലെ വെടിക്കെട്ടിന് പൊട്ടണ ഒരു സാധനമേ ഉള്ളൂ. അത് ഉപ്പേരി പൊട്ടും, ഇല്ല, വലിയ പൊട്ടണ സാധനം പപ്പടം ഡൈനാണെങ്കിൽ ഉപ്പേരി ഓലപ്പടക. അപ്പോൾ പൊട്ടുന്ന സാധനങ്ങളിൽ സദ്യയിലെ പപ്പടത്തിൻ്റെ സ്ഥാനമാണ് പൂരത്തിന് വെടിക്കെട്ട്. പൂരത്തിൻ്റെ വെടിക്കെട്ട് ഇപ്പോൾ ത്രിശങ്കൂല. അതെ, പൂരം തന്നെ ത്രിശങ്കൂല. ആന വേണോ? അതെ, ആന തന്നെ ഒക്കെ ത്രിശങ്കൂല. വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, എഴുന്നള്ളിക്കണോ വേണ്ടയോ. ആനയാളും തമ്മിൽ തൃശ്ശൂർ പൂരത്തിലൊക്കെ ആനയാളെ നിർത്തിയിട്ട് അളക്കാൻ പുറപ്പെട്ട 2 മീറ്റർ ദൂരം. എന്തൊക്കെ സാധനം. അപ്പം അങ്ങനെയാണ് പപ്പടത്തിൻ്റെ രീതിയാണ്. അപ്പോൾ ഈ മഹാഭാരതം എന്ന കാവ്യം പലതരം പ്രേക്ഷകരുണ്ട്, പല ആളുകൾക്കും ഉണ്ണാനാണ്. ചിലർക്ക് സാമ്പാർ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് സാമ്പാർ വേണ്ട, അപ്പോൾ അവർക്ക് പുളിശ്ശേരി ഉണ്ട്. അതെ, ചിലർക്ക് എരിശ്ശേരി വേണ്ട, അവർക്ക് കൂട്ടുകറി ഉണ്ട്. ചിലർക്ക് ഓലം വേണ്ട, അവർക്ക് ഇഷ്ടമുണ്ട്. ഇപ്പം നോൺ വെജിറ്റേറിയനാണെങ്കിൽ പലതരം ബീഫ് ഫ്രൈ. ഇപ്പം അതിന് പഴയ ഭക്ഷണങ്ങളുടെ കഥ തന്നെ മാറിയല്ലോ. ഭക്ഷണത്തിൻ്റെ കഥ തന്നെ മാറി. ഒന്നാമത്തെ കാര്യം, മനുഷ്യർക്ക് ഒന്നിനും നേരമില്ല. പലതരം ഭക്ഷണം എന്തിനാ? പലതരം അഭിരുചിയുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ്. അതുപോലെയാണ് പല സാഹിത്യകൃതികളും.